അപ്പോൾ നമ്മുടെ പവർ സോഴ്സ് എന്താണ്? നമ്മുടെ പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമായിട്ട് സിമിലറായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. എന്നുവെച്ചാൽ വെള്ളത്തിലും കരയിലും ഒരേ സംഭവം തന്നെയാണെന്ന് അനലൈസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് നമ്മുടെ കപ്പാസിറ്റി. അതാണ് ഫ്രീഡം. അതിനാണ് ഫ്രീഡം എന്ന് പറയുന്നത്. വെള്ളവും ശരീരവും ഒന്ന് തന്നെയാണ് എന്ന് റിയലൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ഫ്രീഡം. ഇത് രണ്ടായിട്ട് നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് കഷ്ടപ്പെടാം. സ്വർണവും ഇരുമ്പും ഒന്ന് തന്നെയാണ് എന്നറിയുമ്പോൾ കളേഴ്സ് മാറിയില്ലേ? മനസ്സിലായ? കളേഴ്സ് പോയി. മനസ്സിലായ? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്താലും, മനസ്സിലായ, എന്ത് ചെയ്താലും എന്തോ അക്ഷരങ്ങളുടെ പാട്ട് ഒന്ന് ചെറിയൊരു സംശയങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ക്ലിക്കാകുന്നില്ല. അതായത് ചേട്ടൻ പറഞ്ഞു അക്ഷരം എന്ന് പറയുന്നത് ശരീരമില്ലാത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ ശരീരമില്ലാത്തതാണെന്ന് പൂർണ്ണതയുടെ ഭാഗമാണോ അതോ അത് പൂർണ്ണതയായിട്ട് തന്നെ ചിത്രീകരിക്കുവാണോ? കാരണം ചേട്ടൻ തന്നെ വേറൊരു വാചകം പറഞ്ഞത് ലിമിറ്റഡ് ആയിട്ടുള്ള ശരീരത്തിൽ നിന്നും അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ശരീരത്തിലേക്ക് ഒരു മാറ്റമാണ് നമ്മൾ ഒരു അൺലിമിറ്റഡിലേക്ക് നമ്മളെ എത്തിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ആ ശരീരമില്ലാത്തതെന്ന് പറഞ്ഞ അക്ഷരം സൂചിപ്പിക്കുന്നത് ആ പൂർണ്ണതയാണോ സൂചിപ്പിക്കുന്നത്, പൂർണ്ണതയുടെ ഭാഗമാണോ സൂചിപ്പിക്കുന്നത്? അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ കേൾക്കുന്നു, എനിക്ക് മനസ്സിലായി, വിനീഷ് പറഞ്ഞത് ഇന്നതല്ലേ, ഓക്കെ 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 ഓക്കെ, അപ്പോൾ എന്തായി? അത് ശരീരമായി. ഓക്കെ, ശ്രദ്ധിക്കണേ. അത് ശരീരമായി. ഇനി ഇതേ സംഭവം തന്നെ കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമേ. കുറച്ചുകൂടെ. ഇതിപ്പോൾ ഒരു ശരീരം ഉണ്ടാക്കുകയാണ്. മനസ്സിലായി? അവിടെ ഒരു ശരീരം ഉണ്ടാക്കുകയാണ്. ആ ശരീരം ഉണ്ടാക്കി, നമ്മൾ ഉണ്ടാക്കിയതിനോടൊപ്പം തന്നെ ആ ശരീരം ഇല്ലായ്മ ചെയ്ത് കളയുകയും ചെയ്ത്. ശ്രദ്ധിക്കണം. കുറച്ചുകൂടെ ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ എവിടെയോ ഒരു ശരീരം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ശ്രദ്ധിക്കണേ. എന്ത് ശ്രദ്ധിക്കണം? ഇതൊന്നുമില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ആ ശ്രദ്ധിക്കാനുള്ള ഭാഗം കൂടി പോയി, ആ ശരീരം കൂടി പോയി. അപ്പോൾ ഏത് നിമിഷം വേണേലും നമുക്ക് ശരീരം ഉണ്ടാക്കാം. മനസ്സിലായ? ഏത് നിമിഷം വേണേലും നമുക്കൊരു ശരീരം ഉണ്ടാക്കാം. നമ്മളിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ എടുക്കണം. കാരണം നമ്മളാണ് ഉണ്ടാക്കി. എന്തു വെച്ചാൽ ഉണ്ടാക്കിയത്, എവിടെ നിന്നുണ്ടാക്കി, എന്തുകൊണ്ടുണ്ടാക്കി, അതിൻ്റെ ആ കാരണം അവിടെ എന്തുകൊണ്ടുണ്ടാക്കി എന്നൊരു ഭാഗം കഴിയുമ്പോൾ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യണം. എന്നുവെച്ചാൽ അതിൻ്റേതായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഭാഗത്തോട് കൊണ്ടേ വെക്കണം. കഴിഞ്ഞ്. ശരീരം എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മളെ അറിയാൻ വേണ്ടിയിട്ട്, ഒന്നിനെ അറിയാൻ വേണ്ടിയിട്ട്, ഒന്നിനെ അറിയാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് തന്നെ, അതുകൊണ്ട് തന്നെ. എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം വന്നതെന്താണ്? മർദ്ദം എങ്ങനെ ഉണ്ടായി? മനസ്സിലായി? ഈ മർദ്ദം എന്ന് പറഞ്ഞതൊരു എററാണ്. മനസ്സിലായോ? ഇത് പ്രപഞ്ചത്തിൽ നിന്നുണ്ടായ ഒരു എററാണ്. ഈ പറയുന്ന സൗരയൂഥം എന്ന് പറയുന്നത് യൂണിവേഴ്സിലൊരു എററാണ്. മനസ്സിലായി? പ്രപഞ്ചത്തിലെ റിയാലിറ്റിയിൽ ഇതൊരു എററാണ്. മനസ്സിലായ? അങ്ങനൊരു ഫോർമേഷൻ എടുത്ത് അത് യൂണിവേഴ്സിലൊരു എററാണ്. നമ്മൾ ഭയങ്കര വലിയൊരു പെർസെപ്ഷൻ്റെ സ്കെയിലാണ് കേട്ടോ ഇത് എററെന്ന് പറയണത്. അത് വളരെ സൂക്ഷിച്ച് കേൾക്കേണ്ടതാണ്. യൂണിവേഴ്സൽ ക്രൈറ്റീരിയയിൽ ഇതൊരു എററാണ്. പക്ഷെ നമ്മളിൽ ഇതൊരു വലിയ ശരിയാ. മനസ്സിലായേ? സത്യസന്ധമായിട്ട് പറയുകയാണ്, അക്ഷരങ്ങളായിട്ട് പറയാൻ എനിക്ക് അങ്ങോട്ട് കണക്റ്റഡ് ആകുന്നില്ല അങ്ങോട്ട്. ഓക്കെ. എന്തിനാണ് സംസാരിക്കുന്നത്? സംസാരിക്കുന്നത് നമ്മളുടെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടല്ലേ? എക്സാക്ട്ലി. ഓക്കെ. അപ്പോൾ വ്യക്തത, എന്തിനാണ് വ്യക്തത വേണ്ടത്? വ്യക്തത ഇല്ലാത്തതിനാണ് വ്യക്തത വേണ്ടത്. തീർച്ചയായിട്ടും. അതെ. അപ്പം എവിടെയോ ഒരു ഡിസോർഡർ ഉണ്ട്. അത് നമ്മൾ സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയാണ് സംശയം കിടക്കുക. അതെ. ആ വ്യക്തമല്ലാത്ത പോർഷനെ ക്ലിയർ ചെയ്യാൻ അക്ഷരങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എക്സാക്ട്ലി ഉണ്ട്. അക്ഷരങ്ങൾ കൊണ്ട് എന്താണ് ചെയ്യുന്നത്?
നമ്മൾ ആകാശവുമായിട്ട്, അതായത് ശരീരമില്ലാത്ത, നമ്മുടെ പെർസെപ്ഷനിൽ ശരീരമില്ലാത്ത മേഖലയാണ് ആകാശം. അതുപയോഗിച്ചാണ് നമ്മൾ ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. മനസ്സിലായി. ക്ലിയറായി, ക്ലിയറായി, ക്ലിയറായി. അതാണ് നമ്മളത് മനസ്സിലാക്കല്. കണക്ട് ആകാതെ കണക്ട് ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ അതെ അതെ, മനസ്സിലായി. കാരണം ആകാശം ഉപയോഗിച്ച് മനസ്സിലായി ഈ ശരീരത്തിൻ്റെ വൃത്തികേടിനെ തിരുത്തുകയാണ്. മനസ്സിലായി. വൃത്തികെട്ട ശരീരത്തെ, വൃത്തികെട്ടെന്ന് വെച്ചാൽ സംശയമുള്ള ശരീരം, മനസ്സിലായി, രോഗമുള്ള ശരീരം, ആ രോഗത്തിന് അതുകൊണ്ടാണ് ഈ പറയുന്ന കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ട് ആ സിസ്റ്റമായിട്ട് കണക്ട് അല്ലാത്ത എന്ത് ആക്ടിവിറ്റി നമ്മൾ ചെയ്താലും നമുക്ക് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും. ഇത് വളരെ സിമ്പിളാണ്, മനസ്സിലായ? കാരണം ഇത് ഒരു ലോകത്തിനകത്ത് ലോകം ഉണ്ടാക്കുന്ന പരിപാടി മാത്രമാണ് തെറ്റെന്ന് പറയണത്. പ്രപഞ്ചം അതാണ് നന്മ, അതിനാണ് നമ്മൾ സത്യസന്ധത എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ എനിക്ക് മറ്റൊന്നും വേണ്ട. കാരണം മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് അഹങ്കാരം വന്ന്, ഓക്കെ, പ്രസാദിനെ അല്ലെങ്കിൽ എനിക്ക് അരുണിനെ ഇന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അഹങ്കാരമാണ്. എനിക്കൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം എന്താണ്? നിങ്ങളുടെ ശരീരം എന്താണെന്ന് ഞാനെങ്ങനെ അറിയണത്? അവിടെ എന്ത് ചെയ്യും? നിങ്ങളുടെ എൻ്റെ എന്നുള്ള ഭാഗം എടുത്തു കളയും. മനസ്സിലായ? നിങ്ങളുടെ എൻ്റെ, എനിക്കും ശരീരമില്ല, നിങ്ങൾക്കും ശരീരമില്ല. അപ്പോൾ എന്ത് വന്ന്? അവിടെ ആകാശം വന്ന്. അവിടെ ആകാശത്തിലാണ് പിന്നെ നമ്മളിരിക്കുന്നത്. അവിടെ നമ്മളെന്ന് പറഞ്ഞ സ്റ്റേറ്റ് വരണം. അങ്ങനെ സംസാരിച്ചത് നിങ്ങളും എനിക്കും സാധ്യമാകുന്ന ഒന്നാണ്. നിങ്ങൾക്കും ഈ ശരീരത്തിനും ആ ശരീരത്തിനും ഒരുപോലെ വൈബ്രേറ്റ് ചെയ്യുക. അതായത് ഒരു 10,000 മീറ്റർ നീളമുള്ള വയറിൻ്റെ ഒരറ്റത്ത് കറണ്ട് കൊടുത്ത് അപ്പുറത്തെ തലയിൽ കറണ്ട് വരികയല്ലേ? എന്തുകൊണ്ടാണ്? ഈ വയർ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുകയല്ലേ? കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ടല്ലേ? അല്ല, നമ്മൾ ആകാശം എടുക്കുമ്പോൾ ആകാശത്തിന് മെമ്മറി ഇല്ല, മനസ്സിലായ? ആകാശം നമ്മളൊരു മീഡിയേറ്റ് എടുക്കുകയും അതുകൊണ്ടാണ് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ മനസ്സിലാകുന്നത്. എന്നാൽ അവിടെ കണ്ടിന്യൂറ്റി വന്ന് എന്നുവെച്ചാൽ ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ വയറായിട്ട് എടുക്കുന്നു. 10,000 മീറ്റർ നീളമുള്ള വയറിൻ്റെ ഇങ്ങേ തലക്കിൽ പവർ കൊടുത്താൽ അങ്ങേ തലക്കിൽ എത്തത്തില്ല. കൺഫേംഡ് അല്ലേ? എക്സാക്ട്ലി. മറ്റേതിൻ്റെയൊക്കെ ബിൽഡിംഗ് ഫോർമേഷൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഈ ആകാശത്തിൻ്റെ ബിൽഡിംഗ് ഫോർമേഷൻ ഒരുപോലെ കിടക്കേണ്ടി നിന്നും. ആർക്കും അത് റീറൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായ? ആർക്കും അത് ഒബ്ലിറ്ററേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായ? ആർക്കും അതിനകത്ത് യാതൊരു കോട്ടം കൊണ്ടുവരാൻ പറ്റത്തില്ല. ആകാശത്തിൽ നമ്മുടെ ശരീരത്തിൽ മാത്രമേ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആകാശമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ പ്യുവർ ഫോം അവിടെ എന്നുമുണ്ട്. അതൊരു മീഡിയയാണ്, അത് മനസ്സിലായ? അതൊരു മീഡിയയാണ്. ശരീരം ഒരു മീഡിയയാണ്. അപ്പോൾ ശരീരത്തിൽ നമ്മൾ കുറേ മെമ്മറിയൊക്കെ കയറ്റി വെച്ചിട്ട് ടോക്സിക് ആയിട്ടിരിക്കുക, മനസ്സിലായ? ആകാശത്തെ ടോക്സിഫൈ ചെയ്യാൻ പറ്റത്തില്ല ആർക്കും. പക്ഷേ ആകാശമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ശരീരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശരീരത്തിന് വൃത്തി കിട്ടി. ആകാശമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് വേണം, ഇത് വേണം എന്നുള്ള ആഗ്രഹം മാറണം. മറ്റേത് ഇമ്പ്രഷൻ വന്ന് നിൽക്കുകയല്ലേ? പക്ഷേ ഇമ്പ്രഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും ശരീരം തന്നെയല്ലേ? മനസ്സിലാ? കിട്ടിയ ശരീരം തന്നെയല്ലേ പിന്നെ എടുക്കുന്നത്? മനസ്സിലായി? ആകാശത്തിൽ അങ്ങനെ ഒരു ശരീരമില്ല. അപ്പോൾ അഹങ്കാരം സറണ്ടർ ആണോ? അഹങ്കാരം സറണ്ടർ ചെയ്യത്തില്ല. കാരണം വിശ്വാസത്തിലാണ്. കാരണം ആകാശം ആയിട്ട് കണക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ അഹങ്കാരം സറണ്ടർ ചെയ്യണം. പക്ഷെ അഹങ്കാരം സറണ്ടർ ചെയ്യത്തില്ല. എന്തായാലും വിശ്വാസമുണ്ട്. എന്നുവെച്ചാൽ അവിഹിത ബന്ധത്തിലാണ്. എന്നുവെച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അനുഭവത്തിലല്ല. അംഗീകരിക്കാനായിട്ട് അഹങ്കാരം ഒരിക്കലും അനുവദിക്കത്തില്ല. കാരണം കുറേ നാളുകളായിട്ട് ഈ അവിഹിത ബന്ധത്തിൽ പലതും അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചത് കാണുമ്പോഴാണ് എനിക്ക് ആശ്വാസം. എനിക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, എനിക്ക് വീടുണ്ട്, മറ്റൊന്നും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഇവരെല്ലാം എന്നും ഉണ്ടാവും എന്നുള്ള മിഥ്യാധാരണയാണ് നമ്മുടെ അഹങ്കാരത്തിൽ നിന്ന് നമ്മൾ മാറാനായിട്ട് അനുവദിക്കാത്തത്.
അതാണ് നമ്മുടെ കഷ്ടകാലം. ഇത്രയേ ഉള്ളൂ. പക്കാ സിമ്പിളാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ ഒരൊറ്റ ഫോർമേഷനേ ഉള്ളൂ. അല്ലാണ്ട് ഒരാൾ വന്നേച്ചും അമേരിക്കൻ പ്രസിഡൻറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഫോർമേഷനൊരു മാറ്റം വരുത്താൻ പറ്റുമോ? പറ്റത്തില്ല. ഈ ലോകത്തുള്ള എല്ലാ രാജ്യവും കൂടി വിചാരിച്ചാലും ഈ ഫോർമേഷൻ, ഈ ഡേ ആൻഡ് നൈറ്റിന് ഒരു മാറ്റം വരുത്താൻ പറ്റത്തില്ല. എന്തിന് കിടന്ന് പാടുപെടണം? മാറ്റം വരുത്താൻ പാടുപെടുന്ന ആൾക്കാർ മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ. മാറ്റം വരുത്താൻ പാടുപെടുന്നവർ മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ. അല്ലാത്ത ആർക്കും കഷ്ടപ്പാടില്ല. മാറ്റങ്ങൾ വരേണ്ടതാണ്. അതിന് വൃത്തിയുണ്ട്. മാറ്റത്തിന് വൃത്തിയുണ്ട്. അതിന് പെർഫെക്റ്റായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇന്നതുപോലെ മാറ്റം വരുത്തണം. അങ്ങനെ വരുത്തുള്ളൂ മാറ്റങ്ങൾ. അതിൻ്റെ 10 പേര് കൂടി നമ്മൾ 100 പേരുണ്ടല്ല, നമുക്കിവിടെ അങ്ങോട്ട് മാറ്റിക്കളയാം. ദേ കിടക്കണം. കട്ടകാലം തുടങ്ങി. അങ്ങനെയൊന്നും നടക്കില്ല. അങ്ങനെയൊന്നും നടക്കില്ല. മനസ്സിലായ? അങ്ങനെ ഒരിക്കലും നടക്കില്ല. നമ്മൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മളൊരു ശരീരം ക്രിയേറ്റ് ചെയ്യുന്നു. ആ അശരീരിയായ ഒന്നിന്റെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടി. അതായത് അക്ഷരം എന്ന് പറയുന്നത് നശിക്കാത്ത ഒന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതായത് മരണമില്ലാത്ത ഒന്നിനെ. അപ്പം പക്ഷെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ശരീരത്തെ ആണെങ്കിൽ അത് നശിക്കുന്നതല്ലേ? അതെ, അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെ നമ്മൾ അനലൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ഭാഗം. ഇതാണ്. ഓക്കെ, ശ്രദ്ധിക്കണേ. അക്ഷരം കൊണ്ട് എന്താ ചെയ്യുന്നത്? അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി നമുക്ക് അക്ഷരത്തെ ഒന്നും കൂടി നമുക്ക് അനലൈസ് ചെയ്യാം. അക്ഷരം എന്ന് പറഞ്ഞാൽ ശരീരവും ഇല്ലാത്തതും തമ്മിലുള്ള ഭാഗത്തെ എക്സ്പോസ് ചെയ്യാനുള്ള സീക്രട്ടാണ് അക്ഷരം. അക്ഷരം ഒരു മന്ത്രമാണ്. അക്ഷരം മന്ത്രമാണ്. അത് അക്ഷരം പാതി ആകാശത്തും പാതി ഭൂമിയിലുമാണ്. ഓക്കെ, ഈ ഭാഗം റിയലൈസ് ചെയ്യണേ. അക്ഷരത്തും പാതി ആകാശത്തും പാതി ഭൂമിയിലുമാണ്. അപ്പോൾ ഇത് എവിടെയാണ്? അക്ഷരം എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ്? ഇതിൻ്റെ രണ്ടിൻ്റെ മധ്യത്തിലാണ്. അക്ഷരം എവിടെയാണ് നിൽക്കുന്നത്? ഇതെവിടെയാണ് യോജിച്ചിരിക്കുന്നത്? എവിടെ? ഇതിൻ്റെ മധ്യത്തിലാണ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്താൻ പറ്റും? അക്ഷരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ വൃത്തി വേണം, ദേഹശുദ്ധി വേണം. അതിനാണ് നമ്മൾ എഴുതി പഠിക്കാൻ പറഞ്ഞതിനാണ്. എഴുതി പഠിക്ക്. എന്താ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്? എന്താ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്? ഓരോ ശബ്ദത്തെ എടുത്ത് നോക്കുക. മനസ്സിലായ? ഓരോ ശബ്ദത്തെ എടുത്ത് നോക്കുക. മനസ്സിലായ? എന്ത് കാണിച്ചു തരുന്നു? എന്താ കാണിച്ചു തരുന്നത്? അനന്തതേ. അപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ ഈ വെച്ച് കാണുകയാണ്. ഈ ശരീരം എന്തിൽ നിന്നാണ് വന്നത്? വീണ്ടും വീണ്ടും അത് തന്നെ വൈഡാക്കിക്കോ. എങ്ങനെ വൈഡാക്കും? അതിൽ തന്നെ നിന്നുകൊണ്ട്. മനസ്സിലായി? അതിങ്ങനെ വീണ്ടും അത് തന്നെ ഫോക്കസ് ചെയ്തോ. മനസ്സിലായി? അതിലവിടെ വൃത്തി കൊണ്ടുവരാം. അതിൽ ഏത് അക്ഷരം എടുത്താലും ആ അക്ഷരത്തിൽ മെയ് വഴക്കം. അവിടെ അതിൻ്റെ മന്ത്രം അറിയണം.
അതിൻ്റെ മന്ത്രം എന്താണ്? അത് ആകാശമായിട്ടുള്ള ബന്ധം. അല്ലാണ്ട് അതുകൊണ്ടൊരു ഇമേജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് മന്ത്രമില്ല. മനസ്സിലായോ? അതിന് ജീവനില്ല. കാരണം അതിൻ്റെ ഉദ്ദേശം എന്താണ്? ജീവനെ ഉണർത്തുക എന്നതാണ് ഉദ്ദേശം, അല്ലാണ്ട് മരണത്തെ ഉണർത്തുക എന്നുള്ളതല്ല. സംസാരിക്കുമ്പോൾ ഒരു ഇമേജ് തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ മരണമല്ല, അതിൽ മന്ത്രമില്ല. മനസ്സിലായോ? ഈ ഓം എന്ന് പറയുന്നത്. ആ ഓം അല്ല, നമ്മൾ ഓ ഓ എടുത്തു നോക്ക്. ഓം എന്തിൽ നിന്നുണ്ടായി? അത് ആയും ഓയും വരുന്നില്ലേ? അതെ ഉകാരം മകാരം വരും. അതെ അതെ ഇതെന്താണ്? ഇത് ഭൂമിയുടെ എന്നുവെച്ചാൽ ഇത് സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയെ നമ്മൾ ഓപ്പൺ ചെയ്യും. മനസ്സിലായി? സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയെ ഓ ഒന്ന് എന്തായിട്ട് തീരുന്നു? അവിടെ ഒരു എൻഡുണ്ട്. ഇതാണ് ശരീരം. ശരീരത്തിനൊരു അവസാനമുണ്ട്. ശരീരം എടുത്താൽ അവസാനമുണ്ട്. നമ്മൾ അതിങ്ങനെ ആകാശത്തോട്ടാണ് പോകുന്നത്. അതിനിവിടെ അവസാനം കാണത്തില്ല, അതിന് അവസാനമില്ല. മനസ്സിലായോ? അതിന് അവസാനമില്ല. അതങ്ങനെ പോവുകയും അതങ്ങനെ തുറന്നു കിടക്കുക. അപ്പോൾ സൃഷ്ടിയുടെ ഭാഗം തെളിക്കുന്നതാണ് ഓ. നമുക്കറിയാം അത് ഇങ്ങനെ ഒന്നും നിർത്താതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായ? അവിടെ രണ്ടും ഉണ്ട്. മനസ്സിലായ? അതെ അതെ, അതാണ് രാത്രിയും പകലും, അതാണ് ചൂടും തണുപ്പും. എന്തോ സൃഷ്ടിയെ, ഉകാരം, സ്ഥിതിയെ, മകാരം, സംഹാരത്തെയാണ്. ഇപ്പം അകാരം മുകാരം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ ഇങ്ങനെ അനുഭവത്തിൽ നിന്ന് നമ്മൾ സാവകാശം, നമ്മൾ വെറുതെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? വെറുതെ അനുഭവത്തിൽ. എനിക്ക് വാക്കുകളുടെ ഒന്നിൻ്റെയും ഒരിക്കലും അർത്ഥം അറിഞ്ഞിട്ട് സംസാരിക്കുകയൊന്നുമല്ല. അത് തനിയെ അതങ്ങനെ ആയി പോകുന്നതാണ്. മനസ്സിലായോ? കാരണം മനുഷ്യരുമായിട്ടല്ലേ സഹകരിക്കുന്നത്. ഇത് മനുഷ്യർ സഹകരിച്ച് കൊണ്ടുവന്ന ഭാഷയാണ്. അതുകൊണ്ട് ആരും വേറെ രീതിയിൽ എങ്ങൊന്നും എടുത്തിട്ടൊന്നുമല്ല. മനുഷ്യർ സഹകരിച്ചാണ് ഭാഷയെല്ലാം ഉണ്ടായത്. ഇന്നും സഹകരിച്ചു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ജീവൻ്റെ ഭാഷ ഉണർന്നു വരും. മനസ്സിലായ? എനിക്ക് യാതൊരു സംശയവുമില്ല. അതങ്ങനെയാണ്. സ്വരം വ്യഞ്ജനം എന്ന് പറയുന്നത് എവിടെയാ? സ്വരം വ്യഞ്ജനം ചെയ്യില്ല, അതെങ്ങനെയാ വേർതിരിച്ചു വരുന്നത്? അല്ല, എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യഞ്ജനം എന്ന് പറഞ്ഞാൽ മല്ലി മുളക് എന്ത് മീൻകറി വെക്കാൻ നേരത്ത് എടുക്കുന്നതാണ്. അതാ സാമ്പാർ. ആ കാ ആ കാ ഖ ഖ ഖ. ഓക്കെ. അപ്പോൾ ഇത് ഓക്കെ. അതായത് രണ്ടും കൂടി മേർജാകുമ്പോൾ ഇതൊക്കെ സൃഷ്ടിയുടെ ഭാഗത്ത്, ഇത് കാലത്തിൻ്റെ ഭാഗത്തുള്ളതാണ്. ബാക്കിയുള്ളതല്ല. മനസ്സിലായി? കാലത്തിൻ്റെ ഉള്ളിൽ രൂപം കൊണ്ടതിനെ അനലൈസ് ചെയ്യാനാണ് ബാക്കി കിടക്കുന്ന കാര്യങ്ങളല്ല. ഇതൊന്ന് വെച്ച് ഏതൊന്ന് വെച്ച് ഓ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തിനെയും അനലൈസ് ചെയ്യാം. മനസ്സിലായി? ബാക്കിയുള്ള സർവ്വതിനെ അനലൈസ് ചെയ്യാം. കാരണം ബാക്കിയുള്ള എല്ലാം കാലത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നുവെച്ചാൽ ഈ ഓം വൃത്തിയാക്കി എടുത്താൽ മതി. മനസ്സിലായി? ആകാശമായിട്ടുള്ള ബന്ധം വൃത്തിയാക്കി എടുത്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഏത് കാലത്തിൽ എവിടെ എങ്ങനെ എപ്പോൾ, മനസ്സിലായി? ആ ഭാഗമെല്ലാം ഈ വൃത്തി ഉണ്ടെങ്കിൽ എന്തും എടുക്കാം. മനസ്സിലായ? വൃത്തി ഉണ്ടെങ്കിൽ എന്തും എടുക്കാം. സരിഗമ പദനിസ. നമ്മൾ ആ ശബ്ദസ്ഥാനങ്ങളെ ശബ്ദം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ഇവിടെ നിന്നൊക്കെ ശബ്ദം ഉത്ഭവിക്കത്തുള്ളൂ.
അല്ലേ? ശരീരത്തിൻ്റെ ഇന്ന ഭാഗം, അവിടുന്ന് ആ ശബ്ദം ഉത്ഭവിക്കത്തുള്ളൂ. അപ്പോൾ സ്വരസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് രൂപം കൊണ്ട ശരീരത്തിൻ്റെ വൃത്തിയാണ്. അവിടുന്ന് ആ ശബ്ദമേ ഉണരത്തുള്ളൂ, വേറൊന്നും അവിടെ നിന്ന് ഉണരത്തില്ല. ഇത് എവിടെയാണ്? സന്ദർഭത്തിലാണ്, ഒരു സന്ദർഭത്തിലാണ്, ഒരു കാലത്തിലാണ് ഒരു ശബ്ദം അപ്ലൈ ചെയ്യുന്നത്. നോക്കണേ, ഒരു കാലത്തിലാണ് ശബ്ദം അപ്ലൈ ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ എപ്പോഴും ഒരു ശബ്ദം എടുക്കേണ്ട ആവശ്യമില്ല. അത് എനിക്കിപ്പോൾ ഈ സ്വരസ്ഥാനങ്ങളെല്ലാം ശരിയാക്കണം, ഞാനിരുന്ന് സാധന ചെയ്ത് ഇനി എന്ത് സംഭവിക്കും? എൻ്റെ വേറെ ശരീരഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും. ഒരു സംശയം വേണ്ട, മനസ്സിലായ? അങ്ങനെ സ്വരസ്ഥാനങ്ങളൊന്നും നമ്മൾ കഷ്ടപ്പെട്ട് ശരിപ്പെടുത്തി എടുക്കണ്ട. അല്ല, അവിടെ ഉണ്ട്. അതൊക്കെ ആവശ്യത്തിൻ്റെ സമയത്ത് ഈ സ്വരസ്ഥാനങ്ങളൊക്കെ ആവശ്യമനുസരിച്ച് പ്രവർത്തിച്ചോളൂ. നമ്മൾ ഏറ്റെടുക്കണ്ട പ്രപഞ്ചത്തിൻ്റെ സ്വരസ്ഥാനം എന്ന് പറയുന്നത് ശരീരം വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടത്തിൽ രൂപം കൊണ്ടതാണ്. ഓക്കെ, ഓരോ കാലത്തിലും ഒരു ശബ്ദമുണ്ട്. ശരീരത്തിൻ്റെ നമുക്ക് ശരീരം പല ലെയറുകളാണ്. ശരീരം പല ലെയർ. അപ്പോൾ ഓരോ ലെയർ, ഓരോ മർദ്ദത്തിൽ ഒരു ശരീരം രൂപം കൊണ്ട്, അടുത്ത മർദ്ദം കുറഞ്ഞൊരു തലത്തിൽ വേറൊരു ശരീരം രൂപം കൊണ്ട്. അപ്പോൾ ഇത് ഓരോ മർദ്ദത്തിലും ഓരോ ശരീരത്തിലും ഒരു ശബ്ദമുണ്ട്, മനസ്സിലായി? ഓരോ ശരീരത്തിലും ഒരു ശബ്ദമുണ്ട്, മനസ്സിലായി? അപ്പോൾ മർദ്ദം കൂടി നിൽക്കുന്ന ഭാഗത്തു നിന്നുള്ള ശബ്ദം, മർദ്ദം കുറഞ്ഞു നിൽക്കുന്ന ഭാഗത്തു നിന്നുള്ള ശബ്ദം, രണ്ടും രണ്ട് ശബ്ദമാണ്. ഒരു ശരീരമാണ്. അതെ, ഈ ശരീരത്തെ വൃത്തിയാക്കി എടുക്കുമ്പോൾ ഈ സ്വരസ്ഥാനങ്ങൾ കിട്ടിയില്ലേ? ഏത് ശരീരത്തിൻ്റെ ശബ്ദമാണത്? മനസ്സിലായി? അത് ആ ശരീരത്തിൻ്റെ ആ ശരീരം വൃത്തിയാക്കി കൊണ്ടുവരുമ്പോൾ ആ ശബ്ദം അവിടെ ഉണ്ട്, മനസ്സിലായി? ആ ശരീരം വൃത്തിയാക്കി എടുത്താൽ ആ ശബ്ദമേ അവിടെ നിന്ന് വരത്തുള്ളൂ, അല്ലെങ്കിൽ വേറൊരു ശബ്ദം അവിടെ നിന്ന് വരത്തില്ല. അല്ലെങ്കിൽ അത് ആരെന്ത് സംസാരിച്ചാലും, അതിപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ എന്തെല്ലാം കാരണം കൊണ്ടാണ് ഇയാൾ സംസാരിക്കുന്നത്, ഇന്ന കാരണങ്ങൾ കൊണ്ടേ ഇയാൾക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇയാൾ എന്തു നുണ പറഞ്ഞാലും നമുക്ക് ഇയാൾ പറയുന്നതെല്ലാം തെളിഞ്ഞു കാണാം. ഇയാളാണ് വിചാരിക്കുന്നത് ഇയാൾ നുണയാണ് പറയണമെന്ന്, മനസ്സിലായി? കാരണം ഇയാൾ മായയിലാണ് നുണയുണ്ടാക്കുന്നത്. ശരീരത്തിൽ നുണ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നുണ പറയുന്ന അയാളുടെ ഇല്യൂഷനിലാണ്, മനസ്സിലായി? അയാളുടെ സ്വപ്നത്തിലാണ് നുണ പറയണത്, മനസ്സിലായി? സ്വപ്നത്തിൽ മാത്രമേ നുണയും ഇതെല്ലാം ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും കള്ളത്തരമില്ല. സത്യസന്ധനായ ഒരു വ്യക്തിയെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല, മനസ്സിലായ? അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ല. എന്താ നമ്മൾ അനുഭവത്തിൽ തുടരുന്നു, അനുഭവത്തിൽ കണ്ടിന്യൂറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സത്യത്തെ കാണാം. തെളിഞ്ഞ് അനുഭവിച്ച് തുടർന്നുകൊണ്ടിരുന്നത് സിമ്പിളാണ്. അല്ല, അത് അനുഭവത്തിൽ തുടരുക, മനസ്സിലായ? അനുഭവത്തിൽ തുടരുക. സാവകാശം സാധിച്ച പ്രവൃത്തി, അതാണ് കർമ്മം. പ്രവൃത്തിയാണെങ്കിൽ പ്രവൃത്തി എടുക്കുക, മനസ്സിലായി? ഇപ്പോൾ ശരീരത്തിൻ്റെ ഭാഗം എടുക്കുമ്പോൾ നമുക്ക് 14 ജോയിൻറ്റ്സ് നമ്മൾ എടുക്കുന്നു. അവിടെ മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഈ മൂവ്മെൻറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ അതിനകത്ത് പെർഫെക്റ്റായിട്ട് ഇൻവോൾവ് ആകുക, സത്യസന്ധനാകുക, മനസ്സിലായി? ഏത് ഭാഗത്തു നിന്നാണെങ്കിലും, മനസ്സിലായി? എവിടെയാണ് നമുക്ക് തുടങ്ങാൻ പറ്റുക? നമുക്ക് തുടങ്ങാൻ പറ്റുന്നിടത്ത് നമ്മൾ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം, മനസ്സിലായ? തുടങ്ങിയെന്ന് പറഞ്ഞ ഭാഗം അവസാനിക്കുമ്പോൾ നമ്മൾ സത്യത്തെ കണ്ട്, മനസ്സിലായി? തുടങ്ങിയെടുത്ത് അവസാനിക്കുമ്പോഴാണ് ഓക്കേ, അതാണ് സത്യം. എപ്പോൾ തുടങ്ങിയെടുത്ത് അവസാനിക്കുന്നു അപ്പം സത്യത്തെ കണ്ടു. തുടങ്ങിയെടുത്ത് അവസാനിക്കുന്നില്ലെങ്കിൽ ആദ്യം ഇല്ല, അന്ത്യവും ഇല്ല. കാരണം എന്താ? ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ആരംഭിച്ചു, ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ ഒന്ന് അവസാനിക്കുന്നു. എന്താണ്? ഞാനൊന്നും തുടങ്ങിയിട്ടില്ല, എനിക്കൊന്നും തുടങ്ങാൻ സാധിക്കത്തുമില്ല എന്നുള്ള തിരിച്ചറിവിലെത്തി. ഇത്രയേ ഉള്ളൂ, മനസ്സിലായി? അല്ലാണ്ട് വേറൊന്നുമില്ല. നമ്മളെന്തെങ്കിലും ചെയ്തു തുടങ്ങും. ചെയ്തു തുടങ്ങുമ്പോൾ നമ്മളൊക്കെ എനിക്കത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാണ് ചെയ്യണത്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കാണും, എടാ ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്,
ഇതൊന്നും ഞാനായിട്ട് ചെയ്തതല്ല. ഇതിങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പം ഇങ്ങോട്ട് വന്നിട്ട് നമ്മളൊക്കെ ന്യൂ ജനറേഷൻ ആൾക്കാരാണെന്ന് പറഞ്ഞ് ചിലവരൊക്കെ ആവേശം കൊണ്ട് അങ്ങോട്ട് എടുത്തു പിടിച്ച് പോകും. കുറച്ച് നേരം കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തളർന്ന് കിടക്കണ കാണാം. ആവേശം കൊണ്ട് ഓടുന്നവരൊക്കെ വളരെ പെട്ടെന്ന് തളർന്ന് ക്ഷീണിക്കും. അല്ലാതെ ഒന്നുമില്ല, അങ്ങ് ഓടാനൊന്നുമില്ല. ന്യൂ ജനറേഷൻ അങ്ങനെ ഒരു ജനറേഷനും ഇല്ല. മനസ്സിലായോ? അങ്ങനെ ഒരു ജനറേഷനൊന്നും ഇല്ല, വെറുതെ ചുമ്മാ. മനസ്സിലായോ? ഇവിടെ ഒരു ന്യൂ ജനറേഷനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. ഇതിങ്ങനെയാണ്, ഇതെന്നും ഇങ്ങനെയാണ്. അക്ഷരങ്ങൾ വാക്കാകുമ്പോൾ ആ വാക്ക് ആക്ച്വലി ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? അതായത് തിരുവനന്തപുരം, നമ്മൾ തിരുവനന്തപുരത്തെ മാർക്ക് ചെയ്ത്. എന്തിനാണ് തിരുവനന്തപുരത്തെ മാർക്ക് ചെയ്ത്? എന്തുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യണത്? എന്തുകൊണ്ടാണ്? നമ്മളൊരു ഭൂമിയിൽ എന്തോ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് സംശയമുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? നമുക്ക് സംശയമുള്ളത് കൊണ്ടാണ്. നമ്മൾ ബോധത്തിലെത്താത്തതുകൊണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഓക്കെ, നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്തത്? ഈ ഭൂമിയിലാണ് മാർക്ക് ചെയ്തത്. എന്തുകൊണ്ട് മാർക്ക് ചെയ്ത്? നമ്മുടെ ശരീരത്തിൽ വ്യക്തതയില്ലാത്തതുകൊണ്ടാണ്. നമ്മളുമായിട്ട് നമ്മൾ അടുത്തിട്ടില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം തെളിച്ച് അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഭൂമിയിൽ മാർക്ക് ചെയ്തത്. നമ്മുടെ ശരീരത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ശരീരത്തിൽ മാർക്ക് ചെയ്യും. ശരീരത്തിൽ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ശരീരത്തിൽ മാർക്ക് ചെയ്യും. എനിക്ക് ഓർത്തിരിപ്പുണ്ട് കേട്ടോ. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ, തിരുവനന്തപുരം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ തിരുവനന്തപുരത്ത് ചെന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നില്ലേ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ചെന്നിട്ട് നിങ്ങൾ ഓക്കെ മ്യൂസിയം, മ്യൂസിയം റോഡിൽ ഓക്കെ 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 അതിൻ്റെ ഇപ്പുറത്തല്ലേ, മ്യൂസിയം റോഡിൻ്റെ ഇപ്പുറത്തല്ലേ മസ്കറ്റ് ഹോട്ടൽ? അതെ അതെ അതെ. നിങ്ങൾക്കറിയാമല്ലേ? നോക്ക് എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? എൻ്റെ ശരീരത്തിൽ. നോക്കണം എന്താ സംഭവിച്ചത്. ഭൂമിയിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം, ഭൂമിയിൽ മാർക്കറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് മ്യൂസിയം. മ്യൂസിയം ഭൂമിയിൽ മാർക്ക് ചെയ്താ. ഇത് എന്തിനാണ് ഞാൻ എൻ്റെ ശരീരത്തിൽ മാർക്ക് ചെയ്തത്? എന്താണ് പ്രയോജനം? അതായത് മനുഷ്യർ തമ്മിൽ ബന്ധമില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. മനുഷ്യർ പരസ്പരം ബന്ധമുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഈ മെമ്മറി തിരുവനന്തപുരത്ത്, കോഴിക്കോട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലേ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്ത് കാര്യത്തിനാണ്? നേരെ തിരുവനന്തപുരത്ത് നിന്ന് കാലിക്കട്ടും ഡൽഹിയിലും അമേരിക്കയിലോട്ടൊക്കെ ഇങ്ങനെ ഓടുകയാണ്. മനസ്സിലായ? ഞാൻ എത്തിയേക്കാം, അവിടെ എത്തിയേക്കാം. എത്താൻ കിടന്ന് പാടുപെടുകയാണ്. വണ്ടി വിട്ടുപോയി, എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ അല്ലായിരുന്നു, കംപ്ലീറ്റ് ബുക്കിംഗ് ആയിപ്പോയി. മനസ്സിലായോ? എല്ലായിടത്തും കിടന്ന് പാടുപെടുകയാണ്. ഇത് ഈ മെമ്മറി വെച്ചിട്ട് പാടുപെടുക. വളരെ സിമ്പിളായിട്ട്, മനസ്സിലായ? വളരെ സിമ്പിളായിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓടുക, ഓടി തളർന്ന് മരിച്ചു പോകുന്നു. ഇത് തന്നെത്താൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓടി വർക്ക് ചെയ്യിപ്പിക്കണ്ട, ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ കിടന്ന് പാടുപെടുക. ഇത് തന്നെത്താൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ചേട്ടാ ഈ അക്ഷരങ്ങളെല്ലാം ഈ ചേട്ടൻ പറഞ്ഞ കൂട്ട് ആ പൂർണ്ണമായിട്ടുള്ള നിറവിൽ നിൽക്കുന്നതുകൊണ്ടാവാം അതേ നിറവിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ആ അക്ഷരങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ അത് പ്രപഞ്ചം മൊത്തം അത് കേട്ട് നിൽക്കുന്നതും അതെല്ലാം മന്ത്രങ്ങളായി തീരുന്നതും. ഈ നിറവില്ലാത്ത ഒരു വ്യക്തി ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരിൽ പോലും ഒരു വാചകം പറയുമ്പോൾ ആ വാചകം പോലും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പോലും ദഹിക്കാതെ പോകുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാവാം അല്ലെ? തീർച്ചയായിട്ടും. കാരണം അത് കാലത്തിൽ പെട്ടുപോയി. മനസ്സിലായ? കാരണം അവിടെ കാലൻ വരും. മനസ്സിലായ? അപ്പോൾ പിന്നെ അക്ഷരത്തിന് എങ്ങനെയാണ് ശുദ്ധി ഉണ്ടാകുന്നത്? കാരണം നമ്മൾ ഭക്ഷണം ടി വിയിൽ നോക്കിയിട്ട് ടി വിയിൽ ഊണ് വിളമ്പി, മനസ്സിലായ? ടി വിയിൽ നല്ല അടിപൊളി ഇലയിൽ നല്ല വിഭവസമൃദ്ധമായിട്ട് ഉള്ള ഊണ് വിളമ്പി എന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമോ? വിശപ്പ് കേടുവോ? കിടത്തില്ല.
ഇന്ന് ടി വിയിലാണ് പലരും ഊണ് കഴിക്കുന്നത്, സ്വപ്നത്തിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സിലായ അത്രേ ഉള്ളൂ. ആഹാരം കഴിക്കുന്നില്ലാരും. അതുകൊണ്ടാണ് അഹങ്കാരം ഉണ്ടാണ്. ആഹാരം കഴിച്ചാൽ അഹങ്കാരം ഉണ്ടാകില്ല. കാരണം ഉള്ളിലോട്ട് എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ തടസ്സം എങ്ങനെ ഉണ്ടാകും? തെളിഞ്ഞ് വരത്തല്ലേ ഉള്ളൂ. ഇത് ഉള്ളിൽ ചെല്ലുന്നത് അവിടെ സ്റ്റോർ ചെയ്യാനാണ്, മനസ്സിലായി? അല്ലാണ്ട് അത് ദഹിപ്പിക്കുന്നില്ല. എല്ലാം മെമ്മറൈസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, എന്നിട്ട് നശിക്കുക. ഇത്രയേ ഉള്ളൂ. പക്കാ സിമ്പിളാണ്. ശരി, അക്ഷരം മന്ത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? മന്ത്രം എന്ന് പറയുന്നത് എന്താ ശരിക്കും? അതായത് അദൃശ്യമായിട്ട് കിടക്കുന്ന അവസ്ഥയെ ഈ ശബ്ദ തരംഗങ്ങൾ കൊണ്ട് സ്വാധീനിച്ച് മാറ്റം വരുത്തുന്നു, വൃത്തിയാക്കുന്നു. മനസ്സിലായ? ഇതിൻ്റെ ഉദ്ദേശം ശുദ്ധീക മാത്രമേ ഉള്ളൂ. മനസ്സിലായി? ശുദ്ധി എന്ന പ്രക്രിയ അല്ലാണ്ട് വേറെ യാതൊന്നുമില്ല. അതായത് അക്ഷരാഭ്യാസം എന്ന് പറയുന്നത് നമ്മളെ തെളിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. അത്രയേ ഉള്ളൂ. അദൃശ്യമായി കിടക്കുന്ന നമ്മളുടെ അനുഭവത്തിൽ വരേണ്ടതിനെ ഉണർത്തിയെടുക്കാൻ. അപ്പോൾ ശരീരം ഈ ശബ്ദ തരംഗങ്ങൾ ഉണർത്തുമ്പോൾ, മറ്റൊന്നിനെ ആഗ്രഹിക്കാതെ ഉണർത്തുമ്പോൾ അത് ഭയങ്കര പവറാണ്. ഒന്നും ആഗ്രഹിക്കാതെ സംസാരിച്ച് നോക്കിക്കേ. ഒന്നും ആഗ്രഹിക്കാതെ സംസാരിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അത് ആരൊക്കെ എന്തൊക്കെ ചോദിച്ചാലും അങ്ങനെയാണോ? നമുക്ക് പറയാം. ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒന്നിങ്ങനെ ഇതിനകത്തോട്ട് ഇട്ടാൽ ഇതിങ്ങനെ ഇരുന്നുകൊണ്ട് കുറേ നേരം ലാ പ്ലാ സ്ലാ പ്ലാ ക്ലാ പ്ലാ ഇങ്ങനെ കുറേ പറയും, മനസ്സിലായി? പക്ഷേ ഈ പറയുന്ന മുഴുവനും, പറയിപ്പിക്കുന്നത് മുഴുവനും പ്രപഞ്ചമാണ്. അല്ല, നമ്മളൊന്നും ചെയ്യണ്ട. നമ്മളൊന്നും ചെയ്യണ്ട. ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ഇതിനും തൊട്ടാൽ ഈ പാവ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യും കുറേ നേരം, മനസ്സിലായ? പിന്നെ അതിനടുത്ത് ഇരുമ്പോൾ ആ പാവ അവിടെ നിൽക്കും. അത്രയേ ഉള്ളൂ ഈ സംസാരം, അല്ല വേറെ ഒന്നുമില്ല. ഈ അക്ഷരമാണെങ്കിലും വാക്കാണെങ്കിലും സത്യമാണോ അതോ സത്യത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്? സത്യമുള്ളത് കൊണ്ടല്ലേ ഇതിലെല്ലാത്തിലും സത്യം തന്നെ. ശബ്ദത്തിലുണ്ട് സത്യം. ശബ്ദം അവിടെ ഉണർന്ന് ജനിച്ചു മരിക്കുന്നു. ഇതെല്ലാം കാലത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിൽ ജനനവും മരണവും ഉണ്ടായിന്. ജനനവും മരണവും ഉള്ളതാണത്. അത് കണ്ടാൽ മതി. ഇതിലെല്ലാത്തിലും ജനനവും മരണവും ഉള്ളത്. അപ്പോൾ ജനനവും മരണവും ഉണ്ട്. ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതിനെ നമ്മൾ ആഗ്രഹിച്ച് എങ്ങനെ ഇരിക്കും? നമുക്ക് രോഗം വരും. ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? അതെവിടെയാണ്? അത് വിലപ്പോകുന്നത് എങ്ങനെയാണ്? ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതിന് ഒരു കൊച്ചു